നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ നമ്മുടെ കൂടെ ഉള്ളത് ഫെയർ ഫ്യൂച്ചർ സ്റ്റഡി അബ്രോഡിൻ്റെ സാരഥി ഡോക്ടർ രാജാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ യു കെയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെയിൽ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനാണ് യു കെ ഏറ്റവും നല്ലത്. അതായത് അവരുടെ പ്രൈം ഇൻറ്റൻഷൻ സ്റ്റഡി എന്നുള്ളതാണെങ്കിൽ യു കെ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് യു എസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ യു എസിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസാണ്. പക്ഷേ ഐവി ലീഗിൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70 ലക്ഷം തൊട്ട് മേൽപോട്ടൊക്കെയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. നേരെ മറിച്ച് ഐവി ലീഗിൻ്റെ സെയിം സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസാണ് യു കെയിലെ റസൽസ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ റസൽസിലൊക്കെ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐവി ലീഗിൽ വരുന്ന ട്യൂഷൻ ഫീസ് പോലെയല്ല റസൽസിൽ വരുന്ന ഏതാണ്ട് ഒരു 30 ലക്ഷം ആണ് ആവറേജ് ട്യൂഷൻ ഫീസ് വരുന്നത്. പഠിച്ചത് റസൽ ഗ്രൂപ്പിൽ പെടുന്ന ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചത്. ആ ഒരു ഫീസായിരുന്നു അവിടെ. കോഴ്സ് കഴിഞ്ഞ് എംപ്ലോയ്മെൻറ്റും ആയിരുന്നു. അതെ. അപ്പം യു കെയിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയ്മെൻ്റ് എന്നുള്ളത് സെക്കൻഡറിയാണ്. അതേസമയം ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ഇന്നും യു കെ. പിന്നെ യു കെയിൽ ഇപ്പം സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ അഡ്മിഷൻ തൊട്ടടക്കം കാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഇൻ്റർവ്യൂവും മറ്റുമുണ്ട്. അതിനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയിരുന്നത് പോലുള്ള ഒരു ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്പോൾ യു കെയിലേക്കില്ല. പകരം ശരിക്കും ജെനുവിനായിട്ടും സീരിയസ് ആയിട്ടും പഠിക്കാൻ ഉദ്ദേശിച്ച് വരുന്ന കുട്ടിയാണോ എന്നുള്ളത് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ എംബസിയും പ്രോപ്പറായിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റിഗേഷനും മറ്റും കഴിഞ്ഞ ശേഷം വെരിഫിക്കേഷനും കഴിഞ്ഞ ശേഷമാണ് അഡ്മിഷനും വിസയും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ബൈജു ചേട്ടൻ്റെ മോളെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പോകുന്ന കുട്ടികൾക്ക് ആർക്കും തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിൽ കൂടെ അവർ പോകുന്നതുകൊണ്ടായിരിക്കാം എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ പൊതുവെ കേൾക്കുന്നില്ല. കൃത്യമായിട്ട് അവർ കോഴ്സിന് സെലക്ഷൻ ചെയ്യുന്നു, പഠിക്കാനായിട്ട് പോകുന്നു. പഠിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലും വലിയ പ്രയാസം ഉണ്ടാകുന്നില്ല. എംപ്ലോയ്മെൻറ്റിലേക്ക് അവർ മാറുന്നു. സബ്സിക്വൻ്റ് ആയിട്ട് അവർക്ക് അവിടെ എന്തൊക്കെയാണോ PR-ലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവരുടെ സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചിട്ട് അതും അവർ ചെയ്യുന്നു. അതല്ല, അവർക്കൊരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടിയതിൻ്റെ പ്രകാരം ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോയാൽ ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഇപ്പോൾ അവർക്ക് കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ US-ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐവി ലീഗിൽ തന്നെ പഠിക്കണമെന്നാണോ അപ്പം പറയുന്നത്? ഐവി ലീഗ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവിടുത്തെ അഡ്മിഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ ഞാൻ എന്ന് പോകുന്നൊരു സ്റ്റുഡൻറ്റ് ആദ്യമേ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് അഫോർഡബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. കാരണം ഹൈ ട്യൂഷൻ ഫീസാണ് അവിടെയുള്ളത്. പക്ഷേ ഐവി ലീഗിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്ന ധാരാളം യൂണിവേഴ്സിറ്റീസ് US ലുണ്ട്. അതെ. ഇപ്പം US ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഏജൻസിഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ ഫോർമാലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കൗൺസിൽ എന്നാണ് പറഞ്ഞത്, AIRC. അപ്പോൾ AIRCയിൽ മെമ്പേഴ്സായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഏജൻസീസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം ഈ AIRC സർട്ടിഫിക്കേഷനുള്ള ഏജൻസീസിനെ മാത്രമേ അവർ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ അവരുടെ സ്റ്റുഡൻറ്റ് റിക്രൂട്ട്മെൻറ്റ് പാർട്ണറായിട്ട്. കേരളത്തിൽ നിന്നും AIRC സർട്ടിഫിക്കേഷനുള്ള ഒരേ ഒരു ഏജൻസി ഫെയർ ഫ്യൂച്ചർ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഐവി ലീഗിനോടൊപ്പം തന്നെ അതേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന ധാരാളം മറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് US-ലുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുടെ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ തന്നെ ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും. പക്ഷേ ഐവി ലീഗിലുള്ള പോലെ അത്രയും ഹൈ ട്യൂഷൻ ഫീസ് ഇല്ല. അഡ്മിഷൻ റിക്വയർമെൻറ്റ് പലപ്പോഴും നമ്മൾ നോക്കുമ്പം ഐവി ലീഗിലും ഇവിടെയൊക്കെ തന്നെ സെയിം റിക്വയർമെൻറ്റാണ് വരുന്നത്. പക്ഷേ ട്യൂഷൻ ഫീസ് തുലവും കുറവായിരിക്കും ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ. പിന്നെ അവർക്ക് കോഴ്സിന് ശേഷം OPT എന്ന് പറഞ്ഞിട്ട് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് 3 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടും. STEM കാറ്റഗറിയിലുള്ള കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ. STEM എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. ഇപ്പോൾ നേരത്തെ ബിസിനസ് പ്രോഗ്രാമിന് പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ പൊതുവേ STEM-നകത്ത് വരികയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ബിസിനസ് പ്രോഗ്രാംസിനകത്തും STEM റിലേറ്റഡ് MBA തന്നെ STEM-നകത്ത് വരുന്ന MBA പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാറ്റാ സയൻസ്, ബിസിനസ് അനലിറ്റിക്സ് പോലുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ US-ൽ അങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കുന്ന കുട്ടികൾക്ക് കോഴ്സിന് ശേഷം 3 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം US-ൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സ്റ്റഡി ഏരിയയാണ് നേഴ്സിംഗ് പ്രോഗ്രാം. നേഴ്സിംഗ് പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കിട്ടുന്നൊരു പ്ലസ് പോയിന്റ് അവിടെ 4 ഇയർ BSc നേഴ്സിംഗ് നമുക്ക് ഇവിടുന്ന് +2 കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോകാം. അപ്പോൾ ഈ 4 ഇയർ BSc നേഴ്സിങ്ങിന് പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ വലിയ ട്യൂഷൻ ഫീസ് വരുന്നത് അങ്ങനെയില്ല. ഇപ്പം ഫെയർ ഫീച്ചറിൽ നിന്ന് ധാരാളം കുട്ടികൾ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഡക്കോട്ടയിൽ BSc നേഴ്സിങ്ങിന് പോകുന്നുണ്ട്. അതിൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയിൽ നോക്കുമ്പോൾ ഏതാണ്ടൊരു 8 lakhs പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. ലീവിങ് എക്സ്പെൻസും ഏതാണ്ടൊരു 8 lakhs പെർ ഇയറേ വരുന്നുള്ളൂ. പക്ഷേ ഈ 4 വർഷത്തെ BSc നേഴ്സിംഗ് കഴിയുമ്പോഴേക്കും ഈ കോഴ്സിനകത്തുകൂടി തന്നെ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികൾക്ക് ഹോസ്പിറ്റൽസിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള
ഒരു ഫെസിലിറ്റിയും കൂടി ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 ഇയർ BSc നേഴ്സിംഗ് കഴിഞ്ഞൊരു കുട്ടിക്ക് അവിടെ കോഴ്സ് കഴിഞ്ഞാൽ ആദ്യം OPT കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പെർമനൻ്റ് ആയിട്ട് അവിടെ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് മാറണമെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ, അതായത് F1 എന്നുള്ള കാറ്റഗറിയിലാണ് ഈ കുട്ടികളൊക്കെ തന്നെ. ലോകത്തിലെ ഏത് രാജ്യത്തു നിന്ന് വരുന്ന കുട്ടികളും US പഠിക്കാൻ വരുന്നത് F1 കാറ്റഗറിലുള്ള സ്റ്റുഡൻറ്റ് വിസയിലാണ്. പക്ഷേ F1 കാറ്റഗറിലുള്ള കോഴ്സ്, ഇപ്പോൾ STEM കാറ്റഗറിലുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ആണെങ്കിലും ബിസിനസ് പ്രോഗ്രാം ആണെങ്കിലും അവരൊക്കെ തന്നെ കോഴ്സ് കഴിഞ്ഞാൽ ഒരു H1B വിസ ആപ്ലിക്കേഷൻ ഒരു എംപ്ലോയർ സ്പോൺസർ ചെയ്തിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. അതാണ് അവർക്ക് ഫുൾ ടൈം ആയിട്ട് ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് വരാനുള്ള വിസ എന്ന് പറയുന്നത്. അപ്പോൾ F1 നിന്ന് അവർ H1 മാറണം. പക്ഷേ ഒരു വർഷം US 65,000 H1B വിസ US ഗവൺമെൻറ് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഈ 65,000 H1B വിസ കൊടുക്കാനായിട്ട് അവർ അതിനുള്ള ലോട്ട് ഓപ്പൺ ആക്കുമ്പം എല്ലാ വർഷവും കണ്ടുവരുന്നത് ഏകദേശം 3.5 ലക്ഷം ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3.5 ലക്ഷം പേരിൽ നിന്നും 65,000 പേരെ ലോട്ടറി ഇട്ടിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഒരു ലോട്ടറി സിസ്റ്റത്തിൽ കൂടിയാണ് ഇവരെല്ലാവരും തന്നെ എലിജിബിൾ ആണെങ്കിൽ പോലും H1 കിട്ടുകയോ കിട്ടില്ല എന്നുള്ള വിചാരിക്കുന്നത് കാണേണ്ടത്. പക്ഷേ US BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അവർ US നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലാണ് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലാണ് അവരൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിലേക്ക് മാറുന്നതെങ്കിൽ അവർക്ക് ഈ H1B വിസയുടെ ആപ്ലിക്കേഷനിലെ ലോട്ടറി സിസ്റ്റത്തിൽ അവർ വരില്ല. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് H1B കൊടുക്കാനുള്ള ഒരു സൗകര്യം US ഗവൺമെൻറ് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാനിപ്പോൾ പഠിക്കാൻ പോയ ഒരു സ്റ്റേറ്റാണ് US ഏതാണ്ട് ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഡക്കോട്ട. സൗത്ത് ഡക്കോട്ടയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഡക്കോട്ടയിലേക്കാണ് ഫെയർ ഫ്യൂച്ചറിൽ നിന്നും കുട്ടികളിപ്പം BSc നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഇൻടേക്കിൽ പോയ കുട്ടികൾക്ക് 100% വിസ സക്സസ് ആണ്. അതും +2 കഴിഞ്ഞ് പോയ കുട്ടികളാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് BSc നേഴ്സിങ്ങിന് 100% വിസ സക്സസ്സോട് കൂടിയിട്ട് ആ കുട്ടികൾക്ക് പഠിക്കാൻ പോയി എന്നുള്ളത് മാത്രമല്ല, ഈ കുട്ടികൾക്ക് എംപ്ലോയ്മെൻറ്റ് പോസിബിലിറ്റി എന്താണ് ആ സ്റ്റേറ്റിൽ നിന്നുള്ളതും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 2000 നേഴ്സസിൻ്റെ വേക്കൻസീസാണ് ഫില്ലാവാതെ ഈ സൗത്ത് ഡക്കോട്ട സ്റ്റേറ്റിൽ മാത്രം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ US ബാക്കിയുള്ള 52 സ്റ്റേറ്റിൻ്റെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ സ്റ്റേറ്റിലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം സഫീഷ്യൻ്റ് ആയിട്ടുള്ള നേഴ്സസിൻ്റെ കുറവ് അവർക്ക് ഫുൾഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന BSc നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് വലിയ കടമ്പകളില്ലാതെ തന്നെ H1B വിസയിലേക്ക് വരാൻ സാധിക്കുന്ന തരത്തിൽ അവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരെ മാറ്റം വരുത്തുന്നു. ഇത് എത്ര പേർക്കറിയാം? ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 4 വർഷം പഠിക്കാൻ വേണ്ടി 65 ലക്ഷം രൂപയുള്ളൂ. 65 ലക്ഷം രൂപയ്ക്ക് പഠിച്ച് അവിടെ തന്നെ ജോലി കിട്ടാവുന്നൊരു സാധ്യതയാണ്. മാത്രമല്ല, കോഴ്സിന് ശേഷം അവർക്കൊരു നേഴ്സായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് വന്നാൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇന്ത്യൻ കറൻസിയിൽ ഒരു ഫുൾ ടൈം നേഴ്സായി കഴിഞ്ഞാൽ പെർ ഇയർ ഒരു 75 lakhs മുതൽ 1 crore വരെ അവർക്ക് ഏണിംഗ് പൊട്ടൻഷ്യലാണ് ഒരു നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് US വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്നത്. എൻ്റെ തന്നെ പല ഫ്രണ്ട്സിൻ്റെയും വൈഫ്സ് അവരിപ്പം നേഴ്സസ് ആയിട്ട് അവിടെ വന്ന ശേഷം ഹസ്ബൻഡ്സിനേക്കാളും വലിയ വരുമാനമാണ് ഇപ്പോൾ അവർക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡി ഏരിയാസിൽ US അതുകൊണ്ട് ഐവി ലീഗ് എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ അതിനെ കാണേണ്ട ആവശ്യമില്ല. ഐവി ലീഗിനോടൊപ്പം തന്നെ കിടനിൽക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റഡി പ്രോഗ്രാംസ് കിട്ടുന്ന ധാരാളം മറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമുക്ക് ലെസർ ആയിട്ടുള്ളൊരു ട്യൂഷൻ ഫീസിൽ അവിടെ പഠിക്കാം. പ്രോപ്പറായിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. ഏത് ടൈപ്പ് കോഴ്സ് എടുത്താലും STEM കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും. ആ സമയത്ത് H1B വിസയുടെ ആവശ്യമില്ല. അതിനുശേഷം പിന്നെ അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് H1Bയിലേക്ക് മാറേണ്ടത്. ആ സമയമാകുമ്പം അവർക്ക് അതുവരെ പഠിച്ചതിൻ്റെയും ആ 3 വർഷം വർക്ക് ചെയ്ത വർക്ക് എക്സ്പീരിയൻസിൻ്റെയും ആ ഒരു സപ്പോർട്ട് കൂടിയിട്ട് H1Bയിലേക്ക് സ്പോൺസർ ചെയ്യാനുള്ള എംപ്ലോയറേയും അവിടെ നിന്ന് കിട്ടാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ US ഉണ്ട്. അപ്പോൾ US എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്ക് US ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിട്ടാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഇത്തരം സാധ്യതകൾ അവിടെയുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ഇപ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഈ സ്റ്റഡി അബ്രോഡിനകത്ത് ഇപ്പോൾ പല കുട്ടികളും നോക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ്. വാട്സാപ്പിൽ കാണുന്ന കാര്യങ്ങളോ ഫേസ്ബുക്കിൽ കാണുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബിൽ ആരെങ്കിലും അമച്വർ ലെവലിൽ വന്ന് പറയുന്ന കാര്യങ്ങളോ ആയിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവരെ ഗൈഡ് ചെയ്യാനും പറ്റുന്ന ഒരു പോയിന്റ് കോണ്ടാക്റ്റ് അവർക്ക് ഇവിടെ തന്നെ കിട്ടുമെങ്കിൽ അതിലൂടെ വേണം അവരെപ്പോഴും പോകാനായിട്ട്. അപ്പോൾ US കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല, AARC സർട്ടിഫിക്കേഷനുള്ള ഒരു കൺസൾട്ടൻ്റ് ആണോ? ഇപ്പം ബിൽഡേഴ്സിൻ്റെ കാര്യത്തിൽ റേറയൊക്കെ ഉള്ളതുപോലെയാണ് AARC എന്ന് പറയുന്നത്. അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് പ്രാപ്തരായിട്ടുള്ള ഒരു ഏജൻസിയിലാണോ ഞാൻ പോകുന്നതെന്ന് അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു അളവ് കോലെന്ന് പറയുന്നത് AARC സർട്ടിഫിക്കേഷനുള്ള ഒരു ഏജൻസിയാണോ എന്നാണ്. കേരളത്തിൽ ഫെയർ ഫീച്ചർ മാത്രമേ അക്കാര്യത്തിലുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഫെയർ ഫീച്ചർ എന്നുള്ള കുട്ടികൾക്ക് 100% വിസ സക്സസും കിട്ടുന്നത്.